നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പാഠം ഇന്ന് 174 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 40, 41, 42, 43, 44, 45 എന്നീ 6 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതം ആത്മവദാം വരം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതം ആത്മവദാം വരം. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സദു സംശ്രാവയാമാസ
മഹാരാജം പരീക്ഷിതം. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാധിഭിഃ സഹ. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ. കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രാ വിപ്രരുഷേഃ ഭൂരി തേജസഃ. കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രാ വിപ്രരുഷേഃ ഭൂരി തേജസഃ. കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രാ വിപ്രരുഷേഃ ഭൂരി തേജസഃ. അഹം ചാധ്യഗമം തത്ര നിവിഷ്ട തദനുഗ്രഹാൽ സോഹംവശ്രാവയിഷ്യാമി യഥാധീതം യഥാമതിഃ. അഹം ചാധ്യഗമം തത്ര നിവിഷ്ട തദനുഗ്രഹാൽ സോഹം ശ്രാവയിഷ്യാമി യഥാധീതം യഥാമതിഃ. അഹം ചാധ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാൽ സോഹംവശ്രാവയിഷ്യാമി യഥാധീതം യഥാമതിഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സൽ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 6 ശ്ലോകങ്ങളുടെ പദവും അർത്ഥവും താല്പര്യവുമാണ് നാം മനസ്സിലാക്കുന്നത്. ശ്ലോകം 40. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ബ്രഹ്മസംഹിതം വേദതുല്യവും ഉത്തമശ്ലോകചരിതം
ഉത്തമ ശ്ലോകന്റെ ചരിത്രം അടങ്ങിയതും ഭാഗവതം നാമ, ഭാഗവതം എന്ന പേരോട് കൂടിയതുമായ ഇദം പുരാണം, ഈ പുരാണത്തെ ഭഗവാൻ സർവജ്ഞനായ ഋഷി വ്യാസമഹർഷി ചകാര ഉണ്ടാക്കി. വേദത്തോട് സദൃശവും വേദത്തോട് തുല്യവും ഭഗവാന്റെ അവതാര ചരിതം അടങ്ങിയതും ഭാഗവതം എന്ന പേരോട് കൂടിയതുമായ ഈ പുരാണത്തെ സർവജ്ഞനായ വ്യാസമഹർഷി ഉണ്ടാക്കി എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അടുത്ത ശ്ലോകം 41. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതമാത്മവദാംബരം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ തദിദം ഗ്രാഹയാമാസ സുതമാത്മവദാംബരം. ധന്യം ശ്രേഷ്ഠവും മഹൽ മാഹാത്മ്യമേറിയതും സ്വസ്ത്യയനം മംഗളസ്ഥാനവുമായ തത് ഇദം, തൽ ഇദം, തത് ഇദം, തദിദം, ആ ഇതിനെ, തത് ആ, ഇദം ഇതിനെ, തത് ഇദം ആ ഇതിനെ, ലോകസ്യ ലോകത്തിന്റെ, നിശ്രേയസായ മോക്ഷത്തിനായിക്കൊണ്ട്, ആത്മവദാം ആത്മാവിനെ അറിഞ്ഞവരിൽ വെച്ച്, വരം ശ്രേഷ്ഠനായ, സുതം പുത്രനെ ശുഗനെ, ഗ്രാഹയാമാസ ഗ്രഹിപ്പിച്ചു, പഠിപ്പിച്ചു, ഉൾക്കൊള്ളിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതായത് സകല ഭാഗ്യത്തെയും ജനിപ്പിക്കുവാൻ തക്ക മഹാത്മ്യമേറിയതും സകല മംഗളങ്ങളുടെയും ഇരിപ്പിടവുമായ ഈ ഭാഗവത പുരാണത്തെ ലോകത്തിലുള്ള മുമുക്ഷുക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി, ലോകത്തിൽ ഉള്ള മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനും സ്വപുത്രനുമായ ശുഗബ്രഹ്മർഷിയെ ഗ്രഹിപ്പിച്ചു, പഠിപ്പിച്ചു, ബോധ്യപ്പെടുത്തി എന്ന് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. 42-ാം ശ്ലോകം. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. സർവ വേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. സർവവേദേതിഹാസാനാം സർവങ്ങളായ വേദങ്ങള്, ഇതിഹാസങ്ങള്, ഇവയുടെ സാരം സാരം ഏറ്റവും സാരത്തെ, ഏറ്റവും സത്തായിട്ടുള്ളതിനെ, സമുദ്ധൃതം സമുദ്ധരിച്ചതായ
ഇതിനെ സതു ആ ശുഗരാകട്ടെ സഹ തു സതു സഹ തു അങ്ങനെയാണ് വേണ്ടത്. ആ ശുഗരാകട്ടെ മഹാരാജ്യം മഹാരാജാവായ പരീക്ഷിതം പരീക്ഷത്തിനെ സംശ്രാവയാമാസ വേണ്ട പോലെ ശ്രവിപ്പിച്ചു. അതായത് ആ ശുഗ മുനിയാകട്ടെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരം മുഴുവനും സമുദ്ധരിച്ചുണ്ടാക്കിയ ഈ ഭാഗവത പുരാണത്തെ മഹാരാജാവായ പരീക്ഷത്തിനെ കേൾപ്പിച്ചു എന്ന് താല്പര്യം. അടുത്ത ശ്ലോകം 43. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭിഃ കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ. പരമർഷിഭിഃ ഉത്കൃഷ്ടന്മാരായ ഋഷികളാൽ പരീതം ചൂഴപ്പെട്ടവനും ഗംഗായാം ഗംഗാതീരത്തിൽ പ്രായോപവിഷ്ടം പ്രായോപവേശം ചെയ്തവനുമായിരുന്ന കൃഷ്ണേ സ്വധാമോപഗതേ കൃഷ്ണേ ശ്രീകൃഷ്ണൻ സ്വധാമോപഗതേ സ്വസ്ഥാനത്തെ സ്വധാമത്തെ പ്രാപിച്ച സമയം ധർമ്മജ്ഞാനാദിഭിഃ സഹ ധർമ്മജ്ഞാനാദിഭിഃ സഹ ധർമ്മജ്ഞാനാദികളോടുകൂടെ, അതായത് ധർമ്മ അറിവ് ജ്ഞാനം ഒക്കെ ഉണ്ടല്ലോ, ധർമ്മജ്ഞാനാദികളോടുകൂടെ ശ്രീകൃഷ്ണൻ സ്വധാമത്തെ പ്രാപിച്ചതിന് ശേഷം എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. നമുക്കൊന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അതായത് പരീക്ഷിത്ത് മഹാരാജാവിന് എപ്പോൾ എവിടെ വെച്ച് ഉപദേശിച്ചു കൊടുത്തു ഭാഗവതം, സൂതൻ തന്റെ ഗുരുപാരമ്പര്യത്തെ പ്രസ്താവിക്കുകയാണ് ഇവിടെ. അതായത് പരീക്ഷിത്ത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് പ്രായോപവേശം ചെയ്തിരുന്നപ്പോൾ പരമധന്യന്മാരായ അനേകം ഋഷികളുടെ മധ്യത്തിൽ വെച്ച് ശുകബ്രഹ്മർഷി ഈ ഭാഗവതത്തെ ഉപദേശിച്ചു. എപ്പോഴാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ധർമ്മജ്ഞാനാദി കല്യാണ ഗുണങ്ങളും ഈ ലോകത്തെ വെടിഞ്ഞു ആ സമയത്ത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നത്. അടുത്ത ശ്ലോകം 44.
കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത തത്ര കീർത്തയതോ വിപ്രരുഷേ ഭൂരി തേജസ. കലൗ നഷ്ടദൃശാം ഏഷ പുരാണാർക്കോധുനോദിത പുരാണാർക്കോധുനോദിത. പുരാണാർക്ക അധുന പുരാണാർക്കോധുനോദിത ഉദിത തത്ര കീർത്തയതോ വിപ്രരുഷേ ഭൂരിതേ. തത്ര കീർത്തയതോ വിപ്രാഹ. കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത. കലൗ കലിയിൽ നഷ്ടദൃശാം കണ്ണു കാണാതിരിക്കുന്നവർക്ക് അധുന ഇപ്പോൾ ഏഷഃ പുരാണാർക്കഃ ഈ പുരാണ സൂര്യൻ ഉദിതഃ ഉദിച്ചു. കലിയുഗത്തില് കണ്ണു കാണാത്തവർക്ക്, ഇരുട്ടിൽ തപ്പുന്നവർക്ക് അവരുടെ മുന്നിൽ സൂര്യൻ ഉദിച്ചു. എങ്ങനെയാണ്? തത്ര കീർത്തയതോ വിപ്രരുഷേ ഭൂരി തേജസ. വിപ്രാഹ, ഹേ ബ്രാഹ്മണരെ, തത്ര അവിടെ, കീർത്തയതഃ കീർത്തിക്കുന്നവനും, ഭൂരി തേജസ അധികരിച്ച തേജസ്സോടുകൂടിയവനുമായ വിപ്രരുഷേ ബ്രാഹ്മണ ഋഷിയിൽ നിന്ന് തദനുഗ്രഹാൽ ആ ഋഷിയുടെ അനുഗ്രഹം നിമിത്തം തത്ര അവിടെ. അതാ അങ്ങനെയാണ് ഭാഗവതം ഇവിടെ കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതിന്റെ എല്ലാ സാരങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കിയാലാണ് അതിന്റെ ഒരു സമഗ്രമായ ഭാവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് അടുത്ത ശ്ലോകം അഹം ചാധ്യഗമം തത്ര നിവിഷ്ടതദനുഗ്രഹാൽ സോഹം ശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. അഹം ചാധ്യഗമം തത്ര നിവിഷ്ടതദനുഗ്രഹാൽ. അതായത് എങ്ങനെയാണ്? തദനുഗ്രഹാൽ ആ ഋഷികളുടെ അനുഗ്രഹം നിമിത്തം തത്ര അവിടെ നിവേശിച്ചവനായ അഹം ച ഞാനും അധ്യഗമം പഠിച്ചു. സ അഹം ആ ഞാൻ യഥാധീതം പഠിച്ചതിനെ അനുസരിച്ചും യഥാമതി ബുദ്ധിയെ അനുസരിച്ചും നിങ്ങളെ ശ്രാവയിഷ്യാമി ശ്രവിപ്പിക്കുന്നേ. ഇവിടെയാണ് സൂതൻ തന്റെ ഗുരു പാരമ്പര്യത്തെ മനസ്സിലാക്കി തരുന്നത്. നമുക്കൊന്ന് ഇതിന്റെ താല്പര്യം, ഭാവാർത്ഥം ചുരുക്കി മനസ്സിലാക്കാം. പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തിരുന്നപ്പോൾ പരമധന്യന്മാരായ അനേകം ഋഷികളുടെ മധ്യത്തിൽ വെച്ച് ശുഗബ്രഹ്മ ഋഷി ഈ ഭാഗവതത്തെ ഉപദേശിച്ചു. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ബ്രാഹ്മണ ആരാണ് ശപിച്ചത്? നമ്മൾ ഈ കഥ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പലതവണ സൂചിപ്പിച്ചു കഴിഞ്ഞതും
ശമീകൻ എന്ന മഹർഷിയെയാണ് പരീക്ഷിത്ത് കലിബാധയാൽ അപമാനിതനാക്കിയത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ശൃംഗിയാണ് ശപിച്ചത്. അങ്ങനെ ആ ശാപം ഏറ്റെടുത്തിട്ട് വളരെ സന്തോഷത്തോടുകൂടി എല്ലാം നിഷ്പ്രയാസം ഉപേക്ഷിച്ചുകൊണ്ട്, രാജ്യവും സുഖവും സമ്പത്തും ബന്ധുവർഗങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഗംഗാനദിയുടെ തീരത്ത് വന്ന് ഗർഭ വിരിച്ച് മരണം വരെ ജലപാനം പോലുമില്ലാത്ത ഒരു വ്രതം, അതാണ് പ്രായോപവേശം എന്ന വ്രതം. രാമായണത്തില് ഈ കഥാഭാഗം പ്രായോപവേശത്തെ കുറിച്ച് പറയുന്നു. വാനരാദികള് സീതാദേവി കണ്ടെത്താൻ സാധിക്കാത്ത വിഷമത്തില് പ്രായോപവേശം ചെയ്ത് മരണം വരെ നമുക്കിവിടെ കഴിഞ്ഞുകൂടാം എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ കാണും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പ്രായോപവേശം, മരണം വരെ ജലപാനം കഴിക്കാത്ത വ്രതം അനുഷ്ഠിച്ചു. ധാരാളം ഋഷികളുടെ മധ്യത്തിൽ വെച്ച്, അവിടെ ഋഷികളൊക്കെ എത്തിച്ചേർന്നു എന്നർത്ഥം, അവരുടെ മധ്യത്തിൽ വെച്ച് പരീക്ഷിത്ത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. ആ ഉപദേശിക്കുന്ന സമയത്ത്, പരീക്ഷിത്ത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി ഭാഗവതം ഉപദേശിക്കുന്ന സമയത്ത് ധാരാളം ഋഷീശ്വരന്മാരായി ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. അന്ന് അവിടെ ആ ഋഷികളുടെ അനുഗ്രഹ നിമിത്തം എനിക്കും എത്തിച്ചേരാൻ സാധിച്ചു എന്നാണ് സൂത പൗരാണികൻ. അതായത് ശൗനകാദികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന സൂത പൗരാണികനാണ് ഇത് പറയുന്നത്. അന്ന് എന്തോ ജന്മാന്തര സുഹൃതം കൊണ്ട് എനിക്കും ആ സദസ്സിൽ എത്തിച്ചേരാൻ സാധിച്ചു. അന്ന് അവിടെ ഞാനും ഇരുന്നു. ഭാഗവത കീർത്തനം ചെയ്യുന്നവനും ബ്രഹ്മതേജസ് കൊണ്ട് സർവാംഗം ജ്വലിക്കുന്നവനുമായ ആ ഋഷിയിൽ നിന്ന്, ആ ശുഗബ്രഹ്മഋഷിയിൽ നിന്ന് ഞാനും ഭാഗവതം കേട്ടു പഠിച്ചു നേരിട്ട്. ഏതുവിധം ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടോ, എത്രത്തോളം അതിനെപ്പറ്റി പറയുവാൻ എനിക്ക് ബുദ്ധിശക്തി ഉണ്ടോ, അതിനെ അനുസരിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നാണ് സൂത പൗരാണികൻ ശൗനകാദികളോട് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ ധർമ്മജ്ഞാനാദി കല്യാണ ഗുണങ്ങളും ഈ ലോകത്തെ വെടിഞ്ഞു. സത്യം, ധർമ്മം തുടങ്ങിയിട്ടുള്ള സകല സദ്ഗുണങ്ങളും ഭഗവാനോടൊപ്പം ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോയി. കലിയില് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഫലമായിട്ട് അന്ധന്മാരെ പോലെ ധർമ്മജ്ഞാന രൂപം അറിവില്ലാതെ ഉഴലുകയാണ്. അപ്പോൾ അവർക്ക് വെളിച്ചം വീശാൻ വേണ്ടിയിട്ട്, വെളിച്ചം കാട്ടിക്കൊടുക്കാൻ വേണ്ടി, ഇരുട്ടിൽ തപ്പുന്നവർക്ക് വെളിച്ചം വേണമല്ലോ. ആ വെളിച്ചം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂര്യൻ അങ്ങോട്ട് ഉദിച്ചുയർന്നു. ആ ഉദിച്ചുയർന്ന സൂര്യനാണ്, കലിയുഗത്തിൽ ഉദിച്ചുയർന്ന സൂര്യനാണ് ഭാഗവത സൂര്യൻ. പുരാണ അർക്കോധുനോദിത അധുന, ഇപ്പോൾ പുരാണാർക്കനായിട്ട് ഉദിച്ചുയർന്നു. ലോകത്തിലെങ്ങും വ്യാപിച്ച് പദാർത്ഥങ്ങളെ മുഴുവനും മറയ്ക്കുന്ന ഇരുട്ടെന്ന പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന കാമാതിവൃത്തികളാകുന്ന ഇരുട്ടിനെ, കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാകുന്ന ആ ഇരുട്ടിനെ അകറ്റി ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുവാൻ സമർത്ഥമായതുകൊണ്ടാണ് ഭാഗവത പുരാണം ഉദിച്ചു പൊങ്ങുന്ന സൂര്യന് തുല്യമാണ് എന്ന് പറയുവാൻ കാരണം. അപ്പൊ പുരാണ സൂര്യനായിട്ട് കലിയുഗത്തിൽ ഉദിച്ചുയർന്നിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഈ കലിയുഗത്തില് സകല ധർമ്മങ്ങളും ശ്രീമദ് ഭാഗവതം എന്ന ഈ മഹാപുരാണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നിവിടെ പറഞ്ഞുകൊണ്ട് അവതാരങ്ങളും അവതാര ലീലകളും മുഴുവനായിട്ട് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ ഇതാ സംഗ്രഹിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ശ്രദ്ധയോടുകൂടി പല ആവർത്തി കേട്ട് പഠിക്കുക. അപ്പോഴേ ഇതിന്റെ അർത്ഥം ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ.
അത് വേണ്ടതുപോലെ മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് നാമം ജപിക്കുക. അതിനു മുന്നിലും ശേഷവും ഹരേ കൃഷ്ണ നാമമോ ഏതെങ്കിലും ആയിട്ടുള്ള നാരായണ നാമങ്ങളോ ഒക്കെ കുറച്ച് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇത് വേണ്ടതുപോലെ തെളിഞ്ഞു വരികയും ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഥമസ്കന്ധത്തിലെ ഈ 3-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സുദിനത്തിൽ ഈ അധ്യായം മുഴുവനും സമ്പൂർണമായിട്ട് പാരായണം ഒന്ന് ചെയ്യാം. എല്ലാവരും അത് ഫോളോ ചെയ്ത് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വലിയൊരു പ്രാർത്ഥനയാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അവതാരങ്ങളെ കുറിച്ച് മുഴുവനും പറയുന്നതാണ്. ഇനി നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് അതിനുശേഷം കടക്കാം. അവിടെയാണ് വ്യാസ നാരദ സംവാദ രൂപത്തിലൊക്കെ കഥാഭാഗം വിസ്തരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ളവ അടുത്ത സുദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. ഹരിയോ നമസ്കാരം. ഏതായാലും സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ വരികൾ കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുമല്ലോ, പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് യൂട്യൂബ് ലിങ്ക് ആയിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ യൂട്യൂബ് ലിങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണ് മാറ്റം വരുത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്ന എന്തോ ആവട്ടെ അതവിടെ ഒന്ന് ചെറുതായിട്ട് കുറിച്ചു വെക്കുക. യൂട്യൂബിൽ അതിനടിയിൽ ഞാൻ സൗകര്യം പോലെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് എന്താണ് വേണ്ടത് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ 2 നാമം അവിടെ എഴുതിയിട്ട് ഒന്ന് തൊഴുതു കഴിഞ്ഞാൽ അതാരൊക്കെയാണ് കാണുന്നത് എന്ന് എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ കൂടി സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴും പലരും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. ഭഗവാൻ വ്യാസനി വേദതുല്യം ഭാഗവതാഭിധം ഉത്തമശ്ലോകചരിതം രചിച്ചാൻ പരമോത്തമം. ഭഗവാൻ വ്യാസൻ ഈ വേദതുല്യം ഭാഗവതാഭിധം ഉത്തമശ്ലോകചരിതം രചിച്ചാൻ പരമോത്തമം. പിന്നെ ലോകാനുഗ്രഹാർത്ഥം ജ്ഞാനിശ്രേഷ്ഠൻ സ്വപുത്രനെ പഠിപ്പിച്ചാൻ ധന്യമാമി പുരാണം മംഗളപ്രദം. പിന്നെ ലോകാനുഗ്രഹാർത്ഥം ജ്ഞാനിശ്രേഷ്ഠൻ സ്വപുത്രനെ പഠിപ്പിച്ചാൻ ധന്യമാമി പുരാണം മംഗളപ്രദം. വേദേതിഹാസ സർവസ്വസാരമാമിതിനെ ശുഗൻ വിധിപൂർവം പരീക്ഷിത്താം മഹാരാജനോടോദിനാൻ. വേദേതിഹാസ സർവസ്വസാരമാമിതിനെ ശുഗൻ വിധിപൂർവം പരീക്ഷിത്താം മഹാരാജനോടോദിനാൻ. ഗംഗാതടത്തിൽ പ്രായോപവേശം ചെയ്ത് ഋഷിമുഖ്യരാൽ ചൂഴപ്പെട്ട നൃപൻ അഭൂരിതേജസ്വിയ ശുഗൻ. ഗംഗാതടത്തിൽ പ്രായോപവേശം ചെയ്ത് ഋഷിമുഖ്യരാൽ ചൂഴപ്പെട്ട നൃപൻ ഭൂരിതേജസ്വിയ ശുഗൻ ഓതിക്കൊടുക്കേ തദനുഗ്രഹത്താലിരുന്നു ഞാൻ യഥാമതി പഠിച്ചുള്ളതോതുവൻ
കേൾക്ക വിപ്രരേ. ഓതിക്കൊടുക്കേ തദനുഗ്രഹത്താലിങ്ങിരുന്നു ഞാൻ യഥാമതി പഠിച്ചുള്ളതോതുവൻ. കേൾക്ക വിപ്രരേ. ധർമ്മജ്ഞാനാദിയോടൊത്തു കൃഷ്ണൻ സ്വപദമാളവേ കലിയിൽ കണ്ണു കാണാത്തോർക്കി പുരാണം ഇനോദയം. ധർമ്മജ്ഞാനാദിയോടൊത്തു കൃഷ്ണൻ സ്വപദമാളവേ കലിയിൽ കണ്ണു കാണാത്തോർക്കി പുരാണം ഇനോദയം. ഹരി ഓം തത്സൽ. 3-ാം അധ്യായം കഴിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. നമസ്കാരം.